പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 107 അധ്യായം 20 തിരുവചനം. അവിടുന്ന് തൻ്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി, വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. കർത്താവിൻ്റെ വചനം സൗഖ്യദായകമാണ്. ഈ പ്രപഞ്ച സൃഷ്ടിയിലും ദൈവവചനത്തിൻ്റെ ശക്തി വ്യക്തമാണ്. ഇല്ലായ്മയിൽ നിന്ന് ഈ പ്രപഞ്ചത്തിന് രൂപം നൽകുന്ന കർത്താവ് തൻ്റെ വചനമയച്ചാണ് ഓരോന്നിനും രൂപം നൽകുന്നത്. ഇതേ വചനം തന്നെയാണ് നമ്മെ സുഖപ്പെടുത്തുന്നതും വിനാശത്തിൽ നിന്ന് വിടുവിക്കുന്നതും. ഇന്ന് ദിവ്യകാരുണ്യ സന്നിധിയിൽ ദൈവവചനത്തെ ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ആ വചനം നൽകുന്ന സൗഖ്യം നമുക്ക് സ്വീകരിക്കാം. നമ്മൾ പേറുന്ന രോഗപീഠകളെ, ശാരീരിക ബുദ്ധിമുട്ടുകളെ കൊടുക്കാം. ആത്മീയമായി നമ്മൾ നേരിടുന്ന എല്ലാ പ്രതിസന്ധികളെയും കൊടുക്കാം. ഇതാ തിരുവചനം നമ്മളെയും സുഖപ്പെടുത്തുന്നു, വിനാശങ്ങളിൽ നിന്നും നമ്മളെ വിടുവിക്കുന്നു. കർത്താവിൻ്റെ വചനം ഈ തിരുവചനം കേൾക്കുന്നവരെ സുഖപ്പെടുത്തട്ടെ. ആ തിരുവചനത്തിൻ്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കാം. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.